അമൃതം പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അമൃതം പൊടി പാൽഗോവയാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാൽഗോവ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക. അതുപോലെ തന്നെ കൈയെടുക്കാതെ തന്നെ വറുത്തെടുക്കാനും ശ്രദ്ധിക്കുക. കാരണം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ കൈയെടുക്കാതെ തന്നെ ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു വറവിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരണം, നന്നായിട്ടൊന്ന് വറവായിട്ട് കിട്ടണം. ഇനി അമൃതം പൊടിക്ക് പകരമായിട്ട് ഇതേ രീതിയിൽ ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നെയ്യും കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് 3-4 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഒന്ന് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പാൽപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഗോതമ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ കുറച്ചും കൂടെ വേണ്ടി വരും കേട്ടോ. കാരണം അമൃതം പൊടി ഓൾറെഡി കുറച്ച് മധുരമുള്ളതുകൊണ്ട് അത്ര തന്നെ വേണ്ടി വരില്ല. പിന്നെ പഞ്ചസാരയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. ഇനി ഇത് ഒരുപാട് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പാകം നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഏതായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് ലെവൽ ചെയ്തെടുത്താൽ കട്ട് ചെയ്യുന്ന സമയത്ത് കാണാനും ഒന്ന് വൃത്തി ഉണ്ടാവും. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സെറ്റായിട്ട് വരുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാൻ ഒന്നും കൂടി എളുപ്പമാവുകയും ചെയ്യും. ഇനി ഇത് കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, താഴെ തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ വെക്കുമ്പോഴേ തന്നെ നന്നായിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാൽഗോവയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.